ഹായ് എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില മിളകിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ചാറ് വെക്കാനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ നിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 4 അയിലയാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് ഒറ്റ അയിലൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് കുടപ്പുളിയാണ്. അപ്പോൾ ചെറിയ ചെറിയ കുടപ്പുള ഇതുകൊണ്ട് 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് പൊടികളാണ്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചുവന്നുള്ളി, ഇത്ര എണ്ണ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി മുഴുവനോടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് ലാസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. 4 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ. ഇതിൽ നമുക്ക് ഇനി വേണ്ടത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെയാണ് കേട്ടോ. അത് ഞാൻ ഉപയോഗിക്കുന്നതനുസരിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അയില മുളകിട്ട് വെക്കാനായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയൊക്കെ ഞാൻ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് വാട്ടണം കേട്ടോ. ഇതേപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അതേപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചുവന്നുള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വാടി വരാനായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിക്കും വാടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. വല്ലാണ്ട് നമുക്ക് ചുവന്ന കളറൊന്നും ആവണ്ട. ഉള്ളിയുടെ ആ പച്ച കുത്തുണ്ടല്ലോ, അത് പോവാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. ഇതേ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ മാറ്റി വെച്ചത് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും ഞാൻ ഒരുമിച്ചാണ്. ഇത് തീ കുറച്ച് വയ്ക്കാൻ നോക്കുക. പരമാവധി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചൊക്കെ വെക്കാം കേട്ടോ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. തക്കാളിയും ഉള്ളിയും മുളക് പൊടിക്കും ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. പോലെ ഞാൻ നല്ല പോലെ അതേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ അരയാന്ന് പറയില്ലേ, അതേപോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. അതേ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ചൂടായിട്ടുണ്ട്. ചൂടായിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് പച്ചമുളകാണ്. പച്ചമുളകും ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരയ്ക്ക് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നമ്മൾ അരച്ച് വെച്ച അരപ്പൊക്കെ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒപ്പം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അരപ്പിൽ എണ്ണയൊക്കെ തെളിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എനിക്ക് നമുക്ക് കുടപ്പുളിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പം ഞാൻ 2 കഷ്ണം കുടപ്പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കേണ്ടത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുവരയ്ക്കും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് തിളച്ചതിന് ശേഷം ഉപ്പ് പോരായി വരാണെങ്കിൽ ഉപ്പും അതുപോലെ പുളി കുറവാണെങ്കിൽ പുളിയും ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്കിത് തിളയ്ക്കണം. അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തിളച്ച് കിട്ടാനൊക്കെ ആയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മീൻകറിയിലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുളക് പൊട്ടി വെച്ചത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഈ തിളച്ചിലേക്ക് നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മീനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെറുതെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ചെറിയ മീഡിയം തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കൂട്ടാനൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പുളിയും ഉപ്പൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പുളിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടാനൊക്കെ ഇതിനെ തിളച്ച് നല്ലപോലെ പുളിക്ക് പാകമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാകത്തിനനുസരിച്ചാണ് ഞാൻ കൂട്ടാനായിട്ട് ഓഫാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ പുളി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോരാത്ത ഉപ്പും പുളിയൊക്കെ ഞാൻ ചേർത്തുണ്ട്. ഇപ്പം നമുക്ക് എല്ലാതും കറക്റ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കാണ്. സ്റ്റൗവൊക്കെ ഓഫാക്കിയാൽ നമ്മുടെ കൂട്ടാനുണ്ട് ചട്ടിയുടെ ചൂടുകൊണ്ട് തണുച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി ഇത് പറ്റി. അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കുന്നത്. ഇത് നമുക്ക് ഉള്ളി കാഴ്ച ഒഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവിടുത്തെ സ്റ്റൗവിന് കത്തിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 വളർത്തായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെക്കാൻ കാരണം ഇതിലിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം നോക്കാം. താളേക്ക് നിന്നപ്പോൾ നമ്മുടെ മീൻകറിയുടെ മുകളിൽ കണ്ടോ എണ്ണയ്ക്ക് തെളിഞ്ഞ് നല്ല ചൊകാന്നിരിക്കണ മീൻകറി ആയിട്ടാണ്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റൗ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി ആ ചൂടിൽ ബാക്കി ഉള്ളിയും കൂടിയും ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേഗം ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുത്തേട്ടാ. അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ളി നമുക്ക് മൊരിപ്പിച്ച ഉള്ളി നമുക്ക് ഇതേനാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.